So next നമ്മൾ നോക്കുന്നത് we need to find the finite automata for the corresponding regular expression. So now we have already gone through the concept of conversion of a regular expression to epsilon NFA, isn't it? An NFA with epsilon transition. So next we will move on to the problem related to that concept. Okay, so here you are available with the regular expression 0 or 1 the whole star, 0 0 or 1 1, 0 or 1 the whole star. So we know that here there are three sub expressions, that is 0 or 1 the whole star, then 0 0 or 1 1, then 0 or 1 the whole star. So these three expressions are separated with a concatenation. അല്ലേ, നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ മൂന്നിൻ്റെയും ഇടയിൽ നമ്മൾ ഡോട്ട് വിട്ടിട്ടില്ല, ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ എന്തുണ്ട്? കൺകാറ്റിനേഷൻ ഉണ്ട് അല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞൊരു കൺകാറ്റിനേഷൻ സംഭവിക്കുന്നുണ്ട്. സിമിലർലി ഇൻ ബിറ്റ്വീൻ 0 0 or 1 1, 0 or 1 the whole star, in between these two expression again there is a dot operator. Clear? So this is the regular expression. So we need to find the corresponding finite automata. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് വേറെ ലോജിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇക്വലൻസ് തിയറത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ആ സ്റ്റെപ്പിൽ പറയുന്നതിലും സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ എടുക്കാൻ കാരണം ബിക്കോസ് യു നീഡ് ടു റൈറ്റ് ദ ഇക്വലൻസ് തിയറം ഓഫ് റെഗുലർ എക്സ്പ്രഷൻ ആൻഡ് NFA. അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ സ്റ്റെപ്സ് എഴുതുക. ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നതും സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അതിലുള്ള ചെറിയ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യു നീഡ് ടു ഡിവൈഡ് ദ എക്സ്പ്രഷൻ ഇൻ ടു n നമ്പേഴ്സ്. ഇറ്റ് മീൻസ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടും. ബിക്കോസ് 0 or 1 the whole star, 0 0 or 1 1, 0 or 1 the whole star. It means there are 3 parts. Clear? 3 modules ഇതിനുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം എന്താ, നിങ്ങൾ ആ ബ്രാക്കറ്റ് തന്നെ വെച്ച് അതിനെ മൂന്നാക്കും നമുക്ക് പറ്റുന്നുണ്ടല്ലേ. ഹിയർ 0 or 1 the whole star, ഹിയർ 0 0 or 1 1, 0 or 1 the whole star. So we can, in total we can divide this expression into 3. This is A, this is B and this is C. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അങ്ങനെ നിങ്ങൾ ആദ്യം ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ A, B, C. ഇനി നമുക്കറിയാം ഇൻ ദ തിയറം പ്രൂഫ് വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൺവേർഷൻ ഫോർ ഈച്ച് സെക്ഷൻ, ഫോർ ഈച്ച് സബ് പാർട്ട് വി വിൽ ക്രിയേറ്റ് വൺ മെഷീൻ. That is, for 0 or 1 the whole star I will create a machine, 0 0 or 1 1 I will create another machine, and 0 or 1 the whole star I will create another machine. Then finally I will join these 3 machine. ഈ 3 മെഷീനോട് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? എനിക്ക് എൻ്റെ ഫൈനൽ മെഷീൻ കിട്ടുന്നത്. ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഇങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇമാജിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ വിൽ റിപ്പീറ്റ്. In such type of questions, initially you need to divide the given expression into n numbers based on the brackets. Clear? So here we know that this regular expression can be divided into 3 subparts, that is A subpart, B subpart and C subpart. Clear? Then next we need to design each machine for each subpart. ഈ ഓരോ സബ്പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഓരോ മെഷീൻ ക്രിയേറ്റ് ചെയ്യും. Then finally we will join these 3 machines together. ഈ 3 മെഷീനും കൂടെ, ഇപ്പോൾ ഇവിടെ 3 എന്ന് പറയാൻ കാരണം 3 സബ്പാർട്ട് ഇവിടെ ഉള്ളത്. സോ 3 machines will be joined together. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ എത്ര സബ്പാർട്ടാണോ ആ ഓരോ സബ്പാർട്ടിനും ഓരോ മെഷീൻസ് വരയ്ക്കുക. എന്നിട്ട് ഈ 3 മെഷീനും കൂടെ എന്ത് ചെയ്യുക? വി വിൽ join. Okay,
സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇനീഷ്യലി യു ഷുഡ് സെറ്റ് 1 ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് 1 ഫൈനൽ സ്റ്റേറ്റ്. ഇതെല്ലാ ക്വസ്റ്റ്യനും കോമൺ ആണ്, ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, അതല്ലാതെ നിങ്ങളുടേതായ ലോജിക്കുകൾ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും, പക്ഷേ അതിനകത്ത് ഒരുപാട് അങ്ങനെ വരില്ല. ഓക്കെ, യു ജസ്റ്റ് ഫോളോ ദ റൂൾ ആൻഡ് പ്രൊസീഡ്, ദാറ്റ്സ് ഓൾ. സോ ഇനീഷ്യലി ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് you just give 1 initial state and 1 final state. Okay, I will give 1 initial state and 1 final state. Clear? And write the entire expression in between these two initial state and final state. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഈ എക്സ്പ്രഷൻ മൊത്തമായിട്ടൊന്ന് എഴുതുക. ഓക്കെ, 0 or 1 the whole star, 0 0 or 1 1, 0 or 1 the whole star. അത് മൊത്തം ഈ ഇനീഷ്യലിൻ്റെയും ഈ ഫൈനലിൻ്റെയും ഇടയിൽ നമ്മൾ എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, കീപ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആസ് സച്ച്. ഓക്കെ, അതിനെ അനക്കണ്ട, ആ ഇനീഷ്യലിനെയും ആ ഫൈനലിനെയും അങ്ങനെ തന്നെ വയ്ക്കുക. ദെൻ യു ട്രൈ ടു ഡിവൈഡ് ദീസ് എക്സ്പ്രഷൻ ഇൻ ടു 3. കാരണം 3 എന്ന് പറയാൻ കാരണം ഇവിടെ നമുക്കറിയാം ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും, കാരണം ബ്രാക്കറ്റ് അല്ലേ, 3 പെയർ ഓഫ് ബ്രാക്കറ്റ്സ് ഇവിടെ വന്നേക്കുന്നത്. സോ ഹിയർ ഐ വിൽ ഡിവൈഡ് ദിസ് ആസ് ദ ഫസ്റ്റ് പാർട്ട്, ദിസ് ആസ് സെക്കൻഡ് പാർട്ട്, ദിസ് ആസ് തേർഡ് പാർട്ട്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ദ സബ് പാർട്സ് ആഡ് സം ഇൻ്റർമീഡിയറ്റ് നോട്ട്സ്. അതായത് ആദ്യം നമ്മുടെ കയ്യിൽ ഇനീഷ്യലും ഈ ഫൈനലും ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോന്നിനും വേണ്ടി നമ്മൾ ഓരോ മെഷീൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഇതിന് വേണ്ടി ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യണം, ഇതിന് വേണ്ടി ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യണം, ഇതിന് വേണ്ടി ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ട്രൈ ടു റെപ്രസെൻറ്റ് ദീസ് 3 എക്സ്പ്രഷൻ ആസ് സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 0 or 1 the whole സ്റ്റാറിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു, 0 0 or 1 1 ഞാൻ സെപ്പറേറ്റ് ചെയ്തു, 0 or 1 the whole സ്റ്റാറിനെ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി, ഈ മെഷീനും ഈ മെഷീനും ഇടയിൽ ഞാൻ എന്ത് ആഡ് ചെയ്തു, ഐ ആം ഗിവിങ് 1 സ്റ്റേറ്റ്. ക്ലിയർ? സിമിലർലി ഇപ്പോൾ മെഷീൻ എന്ന് പറയേണ്ട ഈ എക്സ്പ്രഷനും ഈ എക്സ്പ്രഷനും ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ് ആഡ് ചെയ്തു. Clear? So initially we will write all the expressions together. Then we will add one intermediate state in between first expression and second expression. അതാണ് എഴുതിയേക്കുന്നത്, ഈ intermediate state between first expression and second expression. Similarly, I will add another state between second expression and third expression. That is second expression and third expression ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെയും വേറൊരു സ്റ്റേറ്റ് ആഡ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ എത്ര സ്റ്റേറ്റ് ആയി? Initially I have set 1 initial state and final state. In between I have set 2 intermediate states, because ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വന്നുള്ളൂ, because there are 3 subparts. So in order to separate the first 2 subparts I will use 1 intermediate state. Similarly, in order to separate the second and the third subparts I will make use of another intermediate state. Okay, ഇതാണ് second step. Clear? Then we will move on to the third step. തേർഡ് സ്റ്റെപ്പ് കുറച്ചുകൂടി ഇലാബറേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഫോർ ദീസ് എക്സ്പ്രഷൻ ഐ നീഡ് ടു ഫൈൻഡ് 1 മെഷീൻ. ഇങ്ങനെ എഴുതിയതുകൊണ്ട് മെഷീനായോ? ഇല്ല. 0 or 1 the whole star അക്സെപ്റ്റ് ചെയ്യുന്നൊരു മെഷീൻ ഞാൻ ഇവിടെ വരയ്ക്കണം. സിമിലർലി 0 0 or 1 1 അക്സെപ്റ്റ് ചെയ്യുന്നൊരു മെഷീൻ ഞാൻ വരയ്ക്കണം. സിമിലർലി 0 or 1 the whole star അക്സെപ്റ്റ് ചെയ്യുന്നൊരു മെഷീൻ ഞാനിവിടെ വരയ്ക്കണം. ഓക്കെ, സോ ലിസൺ. For that what we can do, ഇവിടെ നമുക്കറിയാം ഇതാണ് എൻ്റെ മെഷീൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇതാണ് എൻ്റെ മെഷീൻ്റെ ഫൈനൽ സ്റ്റേറ്റ്. അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് ഞാൻ അനക്കുന്നില്ല, അതവിടെ വച്ചേക്കോട്ടോ. സിമിലർലി ഫൈനൽ സ്റ്റേറ്റിന് ഞാൻ അനക്കുന്നില്ല, അതവിടെ വച്ചേക്കോണം. ക്ലിയർ? ദെൻ 0 or 1 the whole star. ഓക്കെ, ഇനി അതിന് വേണ്ടി നമുക്കൊരു മെഷീൻ വരയ്ക്കാൻ നോക്കാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് 0 or 1 the whole star? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എനി കോമ്പിനേഷൻ ഓഫ് 0 and 1. അത് ഇനി ഞാനത് പറയില്ല കേട്ടോ, നമ്മളത് അണ്ടർസ്റ്റുഡ് ആണ്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. 0 or 1 the whole star. 0 or 1 the whole star. It means what? It can be any combinations of 0 or 1. 0യിൽ തുടങ്ങാം, 1ൽ തുടങ്ങാം, 0യിൽ അവസാനിക്കാം, 1ൽ അവസാനിക്കാം, 0 മാത്രമാകാം, 1 മാത്രമാകാം, 0 ഇടയിൽ വരാം, 1 ഇടയിൽ വരാം, 0യുടെ കോമ്പിനേഷൻസ് 1ൻ്റെ കോമ്പിനേഷനോട് മിക്സ് ചെയ്ത് ഇടയിൽ വരാം. അപ്പോൾ ഇങ്ങനെ കാര്യം കിട്ടാൻ നിങ്ങൾ ഒട്ടും ബോധേണ്ട ആവശ്യമില്ല, എന്തും വരാമെന്നർത്ഥം. ഓക്കെ, എന്തും എത്ര പ്രാവശ്യം വേണമെങ്കിലും വരാം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഒരു സ്റ്റേറ്റ് നിങ്ങൾ കാണിച്ചിട്ട്, ഇപ്പോൾ നിങ്ങളുടെ മെഷീനാണെന്ന് വിചാരിക്കുക ഇത്. ഓക്കെ, ഇതിന് വേണ്ടി നിങ്ങളൊരു മെഷീൻ
ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നെ ഫൈനൽ സ്റ്റേറ്റ് ആക്കിയാൽ മതി. ഓക്കെ, കാരണം എന്താ? ഇതുണ്ട്, വാട്ട് ഇസ് മീനിങ് ഓഫ് 0 or 1 ഹോൾ സ്റ്റാർ? നള്ള് വന്നാലും അക്സെപ്റ്റ് ചെയ്യണമെന്നല്ലേ? അല്ലേ? അപ്പം നള്ള് വന്നാലും അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആക്കണം അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ അടുത്ത കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്? നള്ള് വരാം അല്ലേ? ഇതിൽ വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ഓർത്തോളൂ, സ്റ്റാർ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? നള്ളായിരിക്കും. എപ്സിലോണും വരാം എന്നാണ് അർത്ഥം. ഇറ്റ് മീൻസ് ഒന്നും വരാതെ ഇരിക്കാം. ഓക്കെ, സോ ഇൻ ദ എക്സ്പ്രഷൻ ഇഫ് ദർ ഇസ് എ സ്റ്റാർ, ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇൻപുട്ട് can be epsilon. Okay, the first choice is what? The input can be epsilon. It means input can be null. Okay, here next choice is what? 0 or 1 can occur for 1 time, 0 or 1 occur for 2 times, 0 or 1 occur 3 times. അപ്പോൾ നമുക്കറിയാം ഇത് 0 or 1 ഇങ്ങനെ n ടൈംസ് ഒക്കർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ഇറ്റ് ക്യാൻ ബി എനി കോമ്പിനേഷൻ ഓഫ് 0 and 1. It can be 0 1 0 0 1 1. Okay, then 0 1 0 1 1 0 1 0 0 0 0 1 1 1 etc. Okay, so in order to accept any combination of 0 and 1, ഞാൻ ഇങ്ങനെ വരച്ചാൽ പോരെ? 0 വന്നാലും 1 വന്നാലും ഞാൻ ഇവിടെ തന്നെ നിന്നാൽ മതി അല്ലേ? ഇറ്റ് മീൻസ് ഈ എക്സ്പ്രഷൻ്റെ മീനിങ് എന്താ? എനി കോമ്പിനേഷൻ ഓഫ് 0 and 1 അല്ലേ? എനി കോമ്പിനേഷൻ ഓഫ് 0 or 1, എനി കോമ്പിനേഷൻ ഓഫ് 0 and 1, അതാണ് അതിൻ്റെ മീനിങ്. ഇറ്റ് മീൻസ് എപ്സിലോൺ വന്നാലും അക്സെപ്റ്റ് ചെയ്യണം, ഒരു 0 വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം, ഒരു 1 വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം, ഒരു 0 വന്നു കഴിഞ്ഞിട്ട് അടുത്തത് 1 വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം, 0 0 0 0 0 വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം, 1 1 1 1 വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം, ഒരു 0 0 2 0 കഴിഞ്ഞിട്ട് 2 1 വന്നാലും. ഇറ്റ് മീൻസ് എനി കോമ്പിനേഷൻസിൻ്റെ ഓട്ടോമാറ്റിക് ഇതാണ്. നിങ്ങളിനി ഇത് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇത് കാണാതെ ആണെങ്കിലും പഠിച്ചു വെച്ചേക്കുക. എനി കോമ്പിനേഷൻ ഓഫ് 0 or 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, എനി കോമ്പിനേഷൻ ഓഫ് 0 or 1. ക്ലിയർ? അപ്പോൾ ഈ മെഷീൻ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ഈ മെഷീൻ അനുസരിച്ച് നമ്മൾ എന്താ പറയുന്നത്? ദി ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ് വിൽ ബി ദ സെയിം, ആൻഡ് ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ് ഐ ക്യാൻ അക്സെപ്റ്റ് എനി കോമ്പിനേഷൻ ഓഫ് 0s and 1s. In order to represent any combination of 0 and 1, സിംപ്ലി എന്ത് ചെയ്താൽ മതി? സെൽഫ് ലൂപ്പ് കൊടുത്താൽ മതി. എത്ര 0 വന്നാൽ ഇവിടെ തന്നെ നിൽക്കുക, എത്ര 1 വന്നാൽ ഇവിടെ തന്നെ നിൽക്കുക, 0 വന്നിട്ട് 1 വന്നാൽ ഇവിടെ തന്നെ നിന്നോളും അല്ലേ? 1 വന്നിട്ട് 0 വന്നാൽ ഇവിടെ തന്നെ നിന്നോളും. അപ്പോൾ ഇതാണ് 0 or 1 ഹോൾ സ്റ്റാറിൻ്റെ മെഷീൻ. ക്ലിയർ? ഈ മെഷീനെ നമ്മുടെ ഈ പറയുന്ന മെഷീൻ്റെ ഫസ്റ്റ് പാർട്ടാക്കുക. ഇത് കണ്ടോ? ക്ലിയർ? 0 or 1 the whole star. Clear? 0 or 1 the whole star. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് വരച്ചേക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ വേണമെന്നില്ല, നമുക്ക് ഇങ്ങനെയാണ് പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗർ നോക്കുക. 0 വരാം, 1 വരാം. ഓക്കെ, ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കറിയാം നമ്മളിവിടെ വരച്ചപ്പോൾ ഇത് ഫൈനലായിരുന്നു അല്ലേ? അക്സെപ്റ്റിംഗ് ആയിട്ടല്ലേ കാണിച്ചത്? 0 വന്നാൽ അക്സെപ്റ്റ് ചെയ്യാം, 1 വന്നാൽ അക്സെപ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫൈനൽ തന്നെയാണ്. നമ്മുടെ മെഷീനിലും ഇത് ഫൈനൽ തന്നെയാണ്. നമ്മൾ വരയ്ക്കുന്ന മെഷീനിൽ ഫൈനലാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിനെ നമ്മൾ 2 സർക്കിളിട്ട് കാണിച്ചിട്ടില്ല അല്ലേ? ഇവിടെ നമ്മൾ 2 സർക്കിളിട്ടിട്ട് കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെഷീനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റും എത്ര ഫൈനൽ സ്റ്റേറ്റ് വേണമെങ്കിലും ആകാം, പക്ഷേ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഒരെണ്ണേ കാണിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അല്ലേ? അപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അറിയോ?
ഈ 3 കാര്യവും ശരിയായാൽ മാത്രം നമ്മൾ ഫൈനലിലേക്ക് പോകാൻ പാടുള്ളൂ എന്നൊരു മീനിങ്ങോട് ഇവിടെ ഉണ്ട്. കാര്യം 0 or 1 ഹോൾ സ്റ്റാർ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലിലേക്ക് പോകാം. ആ മെഷീനെ സംബന്ധിച്ച് മാത്രം നോക്കുമ്പോൾ അത് കറക്റ്റാണ് അല്ലേ. ഇഫ് യു ആർ കൺസിഡറിങ് 0 or 1, we know that 0 or 1 whole star means that any combination of 0 or 1 should be accepted. It means any combination വന്നാൽ നമ്മൾ ഫൈനലിലേക്ക് പോകണം എന്ന് തന്നെയാണ് അർത്ഥം. അതിലൊരു വ്യത്യാസവുമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ 3 മെഷീനും വരച്ച് കഴിഞ്ഞിട്ടേ ഫൈനൽ കാണിക്കുകയുള്ളൂ എന്നാണ് അർത്ഥം. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ തരം ക്വസ്റ്റ്യൻ നിങ്ങൾ കൺഫ്യൂസിങ് ആവരുത്. എല്ലായിടത്തും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫൈനൽ സ്റ്റേറ്റ് തന്നെയാണ്, പക്ഷെ ഞാനിവിടെ കാണിക്കാത്തതാണ്. ബിക്കോസ് ഈ മെഷീനും ഈ 3 മെഷീനിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൈനലിലേക്ക് ഒരൊറ്റ കണക്ഷനെ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഫൈനൽ സ്റ്റേറ്റായിട്ട് കാണിക്കാത്തത്. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഇതെന്താണ്, ഇത് ആക്ച്വലി ഫൈനലാണ് എങ്കിലാണ് നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ ഇൻ ദിസ് മെഷീൻ വി നീഡ് ടു റെപ്രസെൻറ്റ് ഓൺലി 1 ഫൈനൽ സ്റ്റേറ്റ്. അതുകൊണ്ട് ഞാനത് അവസാനം ഓൾറെഡി ഞാനത് വരച്ച് വച്ചിട്ടുണ്ട്. അതിലേക്കൊരു കണക്ഷൻ അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ട് ഈ സ്റ്റേറ്റിനെ ഞാൻ ഫൈനൽ സ്റ്റേറ്റായിട്ട് ഇവിടെ ഓക്കെ. സോ ഇത് എൻ്റെ ഫസ്റ്റ് മെഷീനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് മെഷീന് എന്ന് കൊടുക്കുവാണ്. ഫസ്റ്റ് മെഷീൻ നമുക്കറിയാം 0 or 1 ഹോൾ സ്റ്റാർ ആയിരുന്നു. ഇറ്റ് മീൻസ് എനി കോമ്പിനേഷൻ ഓഫ് 0 വന്നാലും എനി കോമ്പിനേഷൻ ഓഫ് 1 വന്നാലും അല്ലേ, ഇനിയിപ്പോൾ ഒന്നും വരാതിരുന്നാലും അല്ലേ, അതാണ് ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഇതിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ഒന്നും വന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു, ഇതിപ്പോൾ 0 or 1 ഹോൾ സ്റ്റാറിൻ്റെ മെഷീൻ ആയിട്ടുണ്ട്. സോ വി നോ ദാറ്റ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ് കാണിക്കേണ്ടത്. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യനിൽ ഞാൻ ഒരൊറ്റ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്, എൻറ്റയർ മെഷീൻ്റെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓരോന്നിനും ഞാൻ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് കാണിക്കുന്നില്ല എന്നുള്ളൂ. ആക്ച്വലി ഇത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് പോലെ ഇമാജിൻ ചെയ്താലാണ് നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആക്ച്വലി ഇത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഒരൊറ്റ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ് കാണിക്കുള്ളൂ. അതുകൊണ്ട് ഇതിന് ഈ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റിലേക്ക് അങ്ങ് കണക്ട് ചെയ്യും നമ്മൾ. ഈ മെഷീൻ്റെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഐ വിൽ കണക്ട് ടു ദ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ദ ഫൈനൽ മെഷീൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് കാണിക്കാത്തത്. പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് അക്സെപ്റ്റിംഗ് ആണെന്നുള്ള അസംഷനിൽ വേണം വരയ്ക്കാൻ. ഇറ്റ് മീൻസ് ഒരു 0 വന്നാലും അക്സെപ്റ്റ് ചെയ്യണം, 1 വന്നാലും അക്സെപ്റ്റ് ചെയ്യണം, എനി കോമ്പിനേഷൻ ഓഫ് 0 and 1 ഇവിടെ അക്സെപ്റ്റ് ആവും. ഓക്കെ, ക്ലിയർ. ദെൻ what is the next section? We need to draw the machine for 0 0 1 1. ഓക്കെ, അതായത് 0 0 ഈ മെഷീൻ വേണമെങ്കിൽ നിങ്ങളങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക, ഈ മെഷീൻ നോക്കണ്ട. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇതിലേക്ക് വരുന്ന പോലെ നോക്കിയാൽ മതി. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് കാണിച്ചേക്കാം. ഓക്കെ, നൗ സീ വാട്ട് ഇസ് ദ നെക്സ്റ്റ് 0 0 or 1 1 അല്ലേ. 0 0 or 1 1 വാട്ട് ഇസ് മീനിങ് ഓഫ് ദാറ്റ്? ഇവിടെ സ്റ്റാർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇറ്റ് മീൻസ് എളുപ്പം എന്നല്ല, വരയ്ക്കാൻ കുറച്ചുകൂടെ ഉണ്ട്, പക്ഷേ ഓർക്കാൻ കുറച്ചുകൂടെ എളുപ്പം സ്റ്റാർ ഇല്ലാത്തതാണ് അല്ലേ. എന്തൊക്കെ കോമ്പിനേഷൻ വരും എന്നുള്ളതിൻ്റെ നമുക്ക് നോക്കാൻ പറ്റും. 0 0 1 1 0 0 or 1 1 മീൻസ് വാട്ട്? ഐദർ 0 0 or 1 1 അല്ലേ. 0 0 വരാം അല്ലെങ്കിൽ 1 1 വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും നോട്ട് ചെയ്യാം. ഈ ഓർ വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാത്തിലും എന്ന് വെച്ചാൽ സ്റ്റാർ ഇട്ടിട്ട് ഓർ വന്നതല്ല കേട്ടോ. ഇഫ് സ്റ്റാർ ഇട്ടിട്ട് ഓർ വരുന്നതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് എല്ലാ കോമ്പിനേഷനും വരും. അപ്പോൾ പിന്നെ നമ്മൾ ഒരു സ്റ്റേറ്റ് കാണിച്ചിട്ട് അങ്ങ് അതിലേക്ക് തന്നെ അങ്ങ് ലൂപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അല്ലേ, ഒരു സ്റ്റേറ്റ് കാണിച്ചിട്ട് അതിലേക്ക് തന്നെ ലൂപ്പ് ചെയ്താൽ മതി. അത് വളരെ നിങ്ങൾക്ക് ഉപകാരമാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. കാരണം സ്റ്റാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാ കോമ്പിനേഷൻ വരാമെന്ന് അർത്ഥം അല്ലേ. അപ്പോൾ കുറേ സ്റ്റേറ്റുകൾ വരച്ച് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. യു ക്യാൻ ഡ്രോ എ സിംഗിൾ സ്റ്റേറ്റ് ആൻഡ് യു ക്യാൻ give the transition to that state itself for all combinations of the inputs. Clear? Now ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് നിങ്ങൾ കോമൺ ആയിട്ട് ഓർത്തിരിക്കുക, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, 0 0 1 1 0 0 or 1 1 ഇൻ സച്ച് ക്വസ്റ്റ്യൻസ് ഇത് കണ്ടോ. ഈ ഓർ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എപ്പോഴും 2 പാത്തായിട്ട് വരയ്ക്കുക. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ കാണിക്കുക. ഓക്കെ, 0 0 വന്നാൽ ഈ വഴി പോവുക, 1 1 വന്നാൽ ഈ വഴി പോവുക. ക്ലിയർ? ബിക്കോസ് വി നോ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് 0 0 or 1 1 0 0 or 1 1 നമുക്കറിയാവുന്നൊരു കേസ് എന്താണ്, ഒന്നല്ലെങ്കിൽ 0 0 വരും അല്ലെങ്കിൽ 1 1 വരും എന്നല്ലേ അർത്ഥം. രണ്ടോടും ഒരുമിച്ച് വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ മെഷീൻ ഇങ്ങനെ വരച്ചേക്കുന്നത്. ഓക്കെ, 0 0 1 1 ഇത് ഒന്നുകൂടെ ബ്രീഫായിട്ട് വരച്ചേക്കുന്നത്. ഓക്കെ, ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് വരയ്ക്കുന്നു. വാട്ട്സ് ദ മീനിങ് ഓഫ് 0 0? 0 0 വരാമെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ,
ഒരു 0 വന്നു, അതിൻ്റെ പുറകെ അടുത്ത 0 വരിക. അപ്പോൾ ഇങ്ങനെ വേണം മെഷീൻ വരയ്ക്കാൻ അല്ലേ. അപ്പോൾ ഇതാണ് സെക്കൻഡ് മെഷീൻ. നിങ്ങൾ ഓരോ മെഷീനായിട്ട് കാണണം. ക്ലിയർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ സെക്കൻഡ് മെഷീൻ വാട്ട് ഇസ് ഹാപ്പനിങ്? ഫസ്റ്റ് 0 ഫോളോഡ് ബൈ സെക്കൻഡ് 0. ഓക്കെ, ഓർ ഫസ്റ്റ് 1 ഫോളോഡ് ബൈ സെക്കൻഡ് 1. ഇതിലേതെങ്കിലും ഒരെണ്ണേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ വേണം ഇമാജിൻ ചെയ്യാൻ? നിങ്ങളുടെ സെക്കൻഡ് മെഷീൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതായിട്ട് ആക്ട് ചെയ്യും, ഫൈനൽ സ്റ്റേറ്റ് ഇതായിട്ട് ആക്ട് ചെയ്യും. പക്ഷെ നമുക്കറിയാം മൊത്തത്തിൽ ഒരു ഇനീഷ്യലും ഒരു ഫൈനലും മതി. അതുകൊണ്ട് ഞാൻ ഇതിനെ ഡബിൾ സർക്കിൾ ഇട്ട് കാണിക്കുന്നില്ല എന്നുള്ളൂ. ക്ലിയർ. സോ ദിസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സെക്കൻഡ് മെഷീൻ ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സെക്കൻഡ് മെഷീൻ. സോ 0 വന്നാൽ ഈ പാത്തിലൂടെ പോവുക, 1 വന്നാൽ ഈ പാത്തിലൂടെ പോവാം. വേറെ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? സ്റ്റാർ വന്നിട്ടുണ്ടോ? എനി കോമ്പിനേഷൻ്റെ ഒരു മീനിങ് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട. 0 ഓർ 1 എന്നല്ല പറഞ്ഞേക്കുന്നത്. 0 വന്നാൽ ഇങ്ങനെ പോവുക, 1 വന്നാൽ ഇങ്ങനെ പോവുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 2 മെഷീൻ കിട്ടി. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് യു സിംപ്ലി കണക്ട് ദീസ് 2 മെഷീൻ. സോ ദിസ് ഇസ് ദ എ മെഷീൻ ആൻഡ് ദിസ് ഇസ് ദ ബി മെഷീൻ. സിംപ്ലി കണക്ട് ദീസ് 2 മെഷീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ എപ്സിലോൺ. കാരണം നമ്മൾ വരയ്ക്കുന്നത് എപ്സിലോൺ NF ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകൾ എപ്സിലോൺ വെച്ച് കണക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട, ഇതിങ്ങനെ അങ്ങ് മഗ് ചെയ്താൽ മതി. ഡിഫറെൻറ്റ് മെഷീൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യാൻ വേണ്ടി എപ്സിലോൺ യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു കണക്ടറിനെ പോലെ ഓർത്താൽ മതി, കണക്ടർ. ഓക്കെ, സോ ദീസ് 2 മെഷീൻസ് ആർ കണക്റ്റഡ് യൂസിങ് 1 എപ്സിലോൺ ട്രാൻസിഷൻ. ഓക്കെ, ദെൻ കംസ് ടു ദ തേർഡ് മെഷീൻ. വാട്ട് ഇസ് ദ തേർഡ്? 0 or 1 ഹോൾ സ്റ്റാർ. അപ്പോൾ ഇവിടെ വരച്ച അതേ മെഷീൻ തന്നെ ഇവിടെ വരച്ചാൽ പോരെ? മതി. സോ ഐ വിൽ ഗോ ഫോർ 0 or 1. ദ ഹോൾ സ്റ്റാർ മീൻസ് വാട്ട്? എനി കോമ്പിനേഷൻ ഓഫ് 0, എനി കോമ്പിനേഷൻ ഓഫ് 1. So this is the third machine. So this is the first machine, this is the second machine, and this is the third machine. So second machine and third machine എങ്ങനെ connect ചെയ്യും? By using 1 epsilon. So I will connect the second machine and third machine by using 1 epsilon. ഇപ്പോൾ മൊത്തത്തിൽ എത്ര മെഷീനായി? ഫസ്റ്റ് മെഷീൻ, സെക്കൻഡ് മെഷീൻ, തേർഡ് മെഷീൻ. ക്ലിയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദിസ് ഇസ് മൈ അക്സെപ്റ്റിംഗ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഒരു ഇനീഷ്യൽ സ്റ്റേറ്റും ഒരു ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ ആദ്യം വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മെഷീനിലേക്ക് അങ്ങ് ഡയറക്റ്റ് കൊടുത്തു. ക്ലിയർ. ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുവാണ്? ഈ ഫൈനൽ സ്റ്റേറ്റിലേക്ക് ഇതിൻ്റെ എല്ലാം കൂടെ കണക്ഷൻ വന്നിട്ട് എങ്ങോട്ട് കയറണം? ഈ ഫൈനൽ സ്റ്റേറ്റിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ ഇതും നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. ഇത്രയും വിചാരിച്ചിരുന്നാൽ മതി. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു ഇനീഷ്യലും ഫൈനലും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് മെഷീനിലേക്ക് ആ ഇനീഷ്യൽ അങ്ങ് വച്ചേക്കുക. ഫസ്റ്റ് മെഷീൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റിനെ ഇനീഷ്യലാക്കി വച്ചേക്കുക. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേറ്റും ഒരു ഫൈനൽ സ്റ്റേറ്റും നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്തു അല്ലേ. ഇനി നമ്മുടെ ഫസ്റ്റ് മെഷീൻ ഉണ്ടല്ലോ, ഫസ്റ്റ് മെഷീൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഈ ഇനീഷ്യൽ സ്റ്റേറ്റിട്ട് നമ്മളങ്ങ് അസ്യൂം ചെയ്തു. ഓക്കെ, ദെൻ ഈ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഈ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് അങ്ങനെ തന്നെ വരയ്ക്കുക. എന്നിട്ട് അവസാനത്തെ മെഷീൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് എങ്ങോട്ട് കയറണം? ഇറ്റ് മീൻസ് അവസാനത്തെ മെഷീൻ്റെ ഔട്ട്പുട്ട് എന്നല്ല, അവസാനത്തെ മെഷീൻ ഈ അക്സെപ്റ്റിങ്ങിലേക്ക് അങ്ങ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത്. 0 or 1 ദ ഹോൾ സ്റ്റാർ, 0 0 1 1, ദെൻ 0 or 1 ദ ഹോൾ സ്റ്റാർ. അപ്പോൾ ഈ 3 സെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 3 മെഷീൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ 3 മെഷീനെ എപ്സിലോൺ വെച്ച് കണക്ട് ചെയ്യുക. എപ്പോഴും ഓർക്കുക, ആദ്യത്തെ മെഷീനിലേക്ക് ഇനീഷ്യൽ സ്റ്റേറ്റ് കണക്ട് ചെയ്യുക. സിമിലർലി അവസാനത്തെ മെഷീനിലേക്ക് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റും കണക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വിചാരിച്ച് ഈ മെഷീനിലൊന്നും ഇൻപുട്ട് അക്സെപ്റ്റ് ആവുന്നില്ല എന്നല്ല. ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഈ മെഷീനിലേക്ക് വരുന്ന ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ മെഷീനിലേക്ക് കയറും, എന്നിട്ട് ഈ മെഷീനിൽ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ മെഷീനിലേക്ക് കയറും, എന്നിട്ട് ഈ മെഷീനിൽ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ഫൈനൽ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് എന്നൊരു മീനിങ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും കാട് കയറി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ 3 പാർട്ടാക്കുക. ഓരോ പാർട്ടിന് വേണ്ടി ഓരോ മെഷീൻ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ. എന്നിട്ട് ഈ ഓരോ മെഷീൻസും തമ്മിൽ കണക്ട് ചെയ്യുക ബൈ യൂസിങ് എപ്സിലോൺ. ക്ലിയർ. സോ ദിസ് ഇസ് ദ ഫൈനൈറ്റ് ഓട്ടോമേറ്റ കറസ്പോണ്ടിങ് ടു ദിസ് റെഗുലർ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇങ്ങനത്തെ തന്നെ ഒരു ക്വസ്റ്റിനോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് നോക്കണം. ഓക്കെ.